നല്ല മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ ചെല്ലുമ്പോ ഈ ദുനിയാവിൽ കഴിച്ച കുഴിമന്തി പോലത്തെ ഫുഡൊന്നും അല്ല, ഭയങ്കര ടേസ്റ്റാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അവിടുത്തെ ദുനിയാവിൽ മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ബശരി വലാ ഖതറ അലാ ഖൽബി ബശരി, മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത, കണ്ണുകൊണ്ട് കാണാത്ത അത്രയും സൗകര്യങ്ങളാണ് സ്വർഗ്ഗത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇന്ന് വരെ ആസ്വദിച്ചിട്ടുള്ള ഒരു ആസ്വാദ്യമായിരിക്കില്ല സ്വർഗ്ഗത്തിൽ. സ്വർഗ്ഗത്തിൽ ആദ്യം കടക്കുമ്പോൾ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഞാൻ വേഗം നിർത്തും, ഇതുകൂടി പറഞ്ഞിട്ട് നിർത്താം. സ്വർഗത്തിലേക്കുള്ള ഈ സംഭവം, സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യം കിട്ടുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും സയ്യിദുനാ റസൂലുള്ളാഹി. ഭയങ്കര ടേസ്റ്റാണ്. ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ മീനിന്റെ മുട്ട കൂട്ടാത്തവർ അല്ലെങ്കിൽ മീനിന്റെ ഇത് എനിക്ക് വേണ്ടെന്ന് പറയുന്നവരുണ്ടാവും. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ ഇതാണ് ഇപ്പൊ പാടുപെട്ട് തരുന്നത്. അല്ല, സ്വർഗമാണിത്. സ്വർഗത്തിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ആദ്യം കൊണ്ട് തരും. എല്ലാവർക്കും ഇതാണ് ഭക്ഷണം. എല്ലാവരും 33 വയസ്സുകാരാണ്. ഈ ദുനിയാവിൽ 8 വയസ്സിൽ മരിച്ചവരും 95 വയസ്സിൽ മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാരും ഒക്കെ അന്ന് പുനർജീവിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കുക 33 വയസ്സായി. എല്ലാവർക്കും ഒരേ വയസ്സ്. കാരണം നല്ല ചുറുചുറുക്കുള്ള സമയമാണ്. എല്ലാവരും ഒരേ വയസ്സ് കൂടുവോ പിന്നെ ഇല്ല, കുറയോ ഇല്ല, ആ വയസ്സ് തന്നെ അങ്ങനെ കാലാകാലം. എത്ര നാള്? കാലാകാലം. അങ്ങനെ കാലാകാലം വസിച്ചു പോകാൻ. അല്ല 60-70 വയസ്സൊന്നും ദുനിയാവിലെ പോലെ കുറച്ച് നാളൊന്നും അല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അഫിൽ ജന്നത്തി അൽ അക്ലു വശുർബ് യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിൽ തീറ്റയും കുടിയൊക്കെ ഉണ്ടോ? സ്വർഗ്ഗത്തിൽ അങ്ങനെ ഉണ്ടോ? സ്വർഗ്ഗത്തിൽ ഭക്ഷണം ഉണ്ടോ നബിയെ? ഭക്ഷണം ഉണ്ടോ? പാനീയമുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ട്. അസിയദ മിനദ് ദുനിയ, ദുനിയാവിനേക്കാൾ കൂടുതലാണ്. ഭയങ്കര ഫുഡാണ് അവിടെ സയ്യിദുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ നമ്മൾ കരുതുന്ന പോലത്തെ ഫുഡൊന്നും അല്ല, സ്വർഗ്ഗം ഭയങ്കരമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ കല്യാണത്തിന് പോയാൽ ഭയങ്കര നമ്മൾ തന്നെ പറയും നിറഞ്ഞു പോയെന്ന് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വയറ് നിറയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. എത്ര വേണമെങ്കിലും കഴിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അയബൂലൂന വയതഗവതൂന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിൽ കടക്കുന്ന വ്യക്തികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ മൂത്രിക്കേണ്ടി വരികയില്ലയോ? അവർ കാഷ്ടിക്കേണ്ടി വരികയില്ലയോ? യാ റസൂലല്ലാഹ്, കാഷ്ടിക്കുകയും മൂത്രിക്കുകയും വേണ്ടേ? നിങ്ങൾ പറഞ്ഞു ഇല്ല, പരിപാടിയില്ല. യതറഖൂൻ ഫതഖറുജു കൈഫ തഖറുജു ബഖിയതു മിൻഹും, അവരിൽ നിന്ന് എങ്ങനെയാണ് നബിയേ ബാക്കിയുള്ള വസ്തുക്കൾ പുറത്തു വരിക? ഭക്ഷണം കഴിച്ചാൽ അതിന്റെ വേസ്റ്റ് വരിക. വിധങ്ങൾ പറഞ്ഞു ദുനിയാവിലെ പോലെ വേസ്റ്റ് ഒന്നുമില്ല, പിന്നെ സ്വല്പം പുറത്തേക്ക് വരും. എങ്ങനെ? യതഅറഖൂൻ, അവർ വിയർക്കും സയ്യിദുനാ റസൂലുള്ളാഹി. ഫകാന അറഖുഹും കൽ മിസ്കി, അവരുടേതാകുന്ന വിയർപ്പ് ദുനിയാവിലെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങളിപ്പോ ചിലപ്പോ കരുതും അതിങ്ങനെ വന്നിട്ട് കോട്ടയത്തു നിന്ന് വന്ന് വിടലാണ്, അമ്മ വിടുകയാണ്. കസ്തൂരിയൊക്കെ തള്ളിന്റെ അങ്ങേ ശോസ്ഥാന നാട്ടുകാരിയാണല്ലോ കണ്ണന്താനത്തിന്റെ ഭാര്യ. അപ്പൊ പിന്നെ തള്ളിച്ച് കൂടുതലുണ്ടാവും. ഭയങ്കര തള്ളലാന്ന് നിങ്ങൾ കരുതും. അല്ല, ഞങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാകുന്ന വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധം. സ്വഹീഹു ബുഖാരി. നമ്മൾ ഓതനെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവിൽ ജീവിച്ചതാകുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധമരുമായിരുന്നു അത്രേ വിയർപ്പിനെന്ന് സ്വഹീഹുൽ ബുഖാരി. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഹദീസ്. പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ നബിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വിരിപ്പ് ഞാൻ വിരിച്ചു കൊടുക്കും. നബിയുടെ ശരീരം ധാരാളം വിയർക്കുന്ന ഒരു പ്രകൃതമാണ്. നബി ആ വിയർപ്പിൽ കടക്കും. നബിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വിരിപ്പ് ഞാൻ വിരിച്ചു കൊടുക്കും. ഒരു തോർത്ത് പോലുള്ള ഒരു വിരിപ്പായി നമ്മൾ സങ്കല്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ കടക്കും. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ ആ തുണി എടുത്തിട്ട് ഞാൻ ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും. വിയർപ്പ് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കുപ്പിയിൽ അതിന്റെ ചാറെടുക്കും. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. വെറുതെ പറയില്ല, ഷാഫി ഉസ്താദൊക്കെ ദർസ് നടത്തിയതല്ലേ. ഉസ്താദ് അടക്കമുള്ള എത്രയോ ആലിമീങ്ങൾ, എത്രയോ മുത്തല്ലിമീങ്ങൾ സദസ്സിലുണ്ട്. വെറുതെ പറയില്ല.
പിഴിയും വിയർപ്പ് ഞാൻ പിഴിയും. എന്റെ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ അത് ഞാൻ തൊട്ടുകൊടുക്കും. അത് കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ ഭാര്യ പറയാ. കസ്തൂരിയേക്കാൾ സുഗന്ധം. നമ്മളെയാണെങ്കിൽ എല്ലാം ഒന്നിച്ചാ പോയി കുളിച്ചിട്ടോ എന്ന് പറയും. എന്റെ അടുത്തോട്ടൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ അവരോടും. ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധം. വിയർത്താൽ കസ്തൂരിയേക്കാൾ സുഗന്ധം ദുനിയാവിൽ വെച്ച് തന്നെ ആർക്ക്? സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സംഭവം നമുക്ക് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോഴാണ് കിട്ടുന്നത്. സ്വർഗ്ഗത്തിൽ കടന്നാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെ ഫുഡ് കഴിക്കണം. ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ ശരീരം വിയർക്കാൻ തുടങ്ങും. വിയർക്കുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് അടുത്തിരിക്കുന്ന റൂമിലുള്ള ആളുകൾ വരെ ഇങ്ങനെ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ? കസ്തൂരിയേക്കാൾ സുഗന്ധം ഇങ്ങനെ വരാൻ തുടങ്ങി റൂമിൽ അടിച്ചു വിഷയം. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം ഇങ്ങനെ വിയർക്കും. സ്വർഗമാണ് ഈ പറയുന്നത്. പോണ്ടേ? സ്വർഗത്തിൽ പോകണമെന്നുള്ളതിന് കൈയുയർത്തിക്കുക. നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നാലും അടിച്ചിട്ട് കൈ താത്തുന്ന കുറെ പേരുണ്ട്. ദുനിയാവിലെ ഫുഡ് കഴിഞ്ഞിട്ട് മതി ഉസ്താദേ, നാളെ ഒരു കല്യാണം ഉണ്ട്, കൂടെ പോയിട്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം നോക്കിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ നമ്മൾ പറഞ്ഞത്? ഈ കണ്ണിനെ സൂക്ഷിച്ചാൽ ആരെ കാണും? അല്ലാഹുവിനെ കാണും. അതിലേക്കാ വരുന്നത്. ശ്രദ്ധിച്ചോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ സ്വർഗ്ഗത്തിലേതാകുന്ന ഭക്ഷണത്തളികൾ അവരുടെ മുന്നിലേക്ക് അല്ലാഹു നൽകുമത്രേ. സമൃദ്ധമാകുന്ന ആഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. കൺകുളിർക്ക് അവർക്ക് സ്വർഗ്ഗത്തിൽ ആസ്വദിക്കാം. രമ്യഗേഹങ്ങൾ അല്ലാഹു നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അവരോട് ചോദിക്കുകയാണ്, അതുരീദൂന യാ അഹ്ലൽ ജന്ന അതുരീദൂന അസിയദ മിൻ ഹാദാ ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ എന്ന് പടച്ചറബ് ചോദിക്കുകയാണ്. സ്വർഗാവകാശികൾ ഉടനെ പടച്ചറബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചറബേ, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് റബ്ബേ. ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല റബ്ബേ. ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല റബ്ബേ. കറുത്തിരണ്ട ഞങ്ങളുടെ മുഖത്തെ നീ വെളുപ്പിച്ചല്ല റബ്ബേ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് റബ്ബേ. പക്ഷെ ജീവിതത്തിൽ ഞങ്ങളെ തൗബ ചെയ്തവരാണ് അല്ലാഹ്. ഞങ്ങൾ ജീവിതത്തിൽ മരണാസന്ന വേളയിൽ പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തവരാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് തൗബ ഞങ്ങളുടെ സ്വീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഖത്തെ നീ വെളുപ്പിച്ചല്ല റബ്ബേ. നല്ല സുന്ദരമാകുന്ന വീടുകൾ ഞങ്ങൾക്ക് നൽകിയല്ല അല്ലാഹ്. രമ്യഗേഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയല്ല റബ്ബേ. ഈ സ്വർഗ്ഗത്തിലെ ആസ്വാദനങ്ങൾ ഞങ്ങൾക്ക് നൽകിയല്ല റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറയുമ്പോൾ, പടച്ച റബ്ബിനോട് പറയുമ്പോൾ, ഫയുക്ശഫുൽ ഹിജാബ് ഫയുക്ശഫുൽ ഹിജാബ് ഫയുക്ശഫുൽ ഹിജാബ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിലും അല്ലാഹുവിനും ഇടയിലുള്ള മറയെ അങ്ങെടുത്തു മാറ്റുകയാ. പടച്ച റബ്ബിനെ കൺകുളിർക്കെ കാണുകയാണ്. അല്ലാഹുവിനെ കൺകുളിർക്കെ ദർശിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഫമാ ഉതു ശൈഅ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം. ഉന്നതനായ പടച്ച റബ്ബിനെ കാണുക എന്നുള്ളതിനേക്കാൾ മഹത്തമായ ഒന്നും തന്നെ അല്ലാഹു അവർക്ക് അന്നേ ദിവസം നൽകിയിട്ടില്ല. അതുവരെ അല്ലാഹു നൽകിയിട്ടില്ല. ഇന്ന് വരെ കണ്ണുകൊണ്ട് കാണാത്ത പടച്ച റബ്ബിനെ കാണുകയാണ്. ഒന്ന് ചിന്തിക്കണേ ബേക്കലിലുള്ള സഹോദര, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ ചിന്തിക്കണേ. അഷ്റഫുൽ ഖൽഖിനെ കാണാൻ, മുത്തുനബിയെ കാണാൻ സ്വലാത്ത് ചെല്ലുന്നവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യത്തെ സൃഷ്ടിച്ച ആ പ്രവാചകരെ സൗന്ദര്യം ഒമിഞ്ഞൊഴുകുന്നത് നൽകിയ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളെയും പടച്ച ആ ജീവജാലങ്ങൾക്ക് മുഴുവനും സൗന്ദര്യം കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തതാകുന്ന പടച്ച റബ്ബ് ഈ ദുനിയാവിൽ അന്യവരെ പെണ്ണിനെ കാണുമ്പോ എന്ത് സൗന്ദര്യമാണ് അവൾക്ക്
അവൾക്കെന്ന് കരുതിക്കൊണ്ട് ആ പെണ്ണിന്റെ പിറകെ ഓടുന്നതാകുന്ന സഹോദര, ഈ ദുനിയാവിൽ ഒരു സിനിമാ നടനെ കാണുമ്പോ എത്ര വലിയ സൗന്ദര്യമാണ് ഇവന് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിറകെ പോവുകയും അവന്റെ പേജ് ലൈക്ക് അടിക്കുകയും അവന്റെ പേജുകൾ ഷെയർ ചെയ്യുകയും അവന്റെ സിനിമകൾ കണ്ടു തീർക്കുകയും അവന്റെ ട്രെയിലറുകൾ ഇറങ്ങുമ്പോൾ അത് കാണാൻ കൊതിച്ചു നിൽക്കുകയും ചെയ്യുന്ന യുവതികളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും പടച്ച, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സൗന്ദര്യം അമിഞ്ഞൊഴുകുന്നതായ സൗന്ദര്യം അല്ലാഹു അല്ലയോ കൊടുത്തത്. ആ പടച്ച റബ്ബ് എത്ര വലിയ സൗന്ദര്യവാനാണ്. സ്വർഗവും അല്ലാഹു പടച്ചതല്ലയോ. ഈ ദുനിയാവിൽ എത്ര വലിയ സുന്ദരമായ വീടുകൾ പണിതാലും ആ വീടുകൾ കാണുമ്പോൾ കണ്ണുകളൊക്കെ കാണുമ്പോ എത്ര വലിയ സുന്ദരമായ വീടാണ് അല്ലാഹുവിനെ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നവരെ ഈ വീടും പടച്ചതാകുന്ന പടച്ച റബ്ബല്ലയോ. ഇത് നിനക്ക് നൽകിയത് അല്ലാഹു അല്ലയോ. നാളെ സ്വർഗത്തിലെ സുന്ദരമായ രമ്യഗേഹങ്ങൾ നൽകിയതും അല്ലാഹു അല്ലയോ. സ്വർഗവും പടച്ച റബ്ബിന്റെ സൃഷ്ടിയാ, ഈ ദുനിയാവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ ദുനിയാവിലെ സർവ്വ സൃഷ്ടിജാലങ്ങളും പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ്, സൃഷ്ടികളാണ്. അപ്പോൾ മുഅ്മിനെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹുവിനെയാ. ആ പടച്ച റബ്ബ് എത്ര വലിയ സുന്ദരനാണ്, എത്ര വലിയ സുന്ദരനാണ്, സുന്ദരനാണ്. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഫമാഉതു ശൈഅ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം. ഉന്നതനായ പടച്ച റബ്ബിനെ കാണുന്നതോടുകൂടി അവർക്ക് അതുവരെ നൽകിയിട്ടുള്ള സർവ്വ ആസ്വാദങ്ങളും അവർ മറന്നു പോകുകയാണ്, അവർ മറന്നു പോകുകയാണ്. അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആസ്വാദത അല്ലാഹുവിനെ കാണലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതാർക്ക് കിട്ടും? ആർക്കാ ഇത് കിട്ടുക? അവിടെയാണ് വിഷയം. ആർക്കാ ഇത് കിട്ടുക? ഈ ദുനിയാവിൽ ഹറാം കാണാത്തവർക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ നിഖാഹ് കണ്ട് ആനന്ദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് വലാ മഖ്സൂദു ജന്നാത്തു അദ്നി. കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ ഉദ്ദേശം സ്വർഗമല്ല, സ്വർഗമല്ല. ഈ സ്വർഗത്തെയും സൃഷ്ടിച്ച പടച്ച റബ്ബിനെയാണ്, അല്ലാഹുവിനെയാണ്, അല്ലാഹുവിനെയാണ്. അവർ ഇബാദത്ത് എടുക്കുന്നത് അല്ലാഹുവിനെ കാണാനാണ്. കാരണം എന്താ? നമ്മളും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, സ്വർഗവും അല്ലാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാനല്ല ആഗ്രഹിക്കേണ്ടത്, മറിച്ച് സൃഷ്ടി എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ബുദ്ധി ഉണ്ടെങ്കിൽ സൃഷ്ടാവിനെ കാണാനാണ്, അല്ലാഹുവിനെ കാണാൻ. അപ്പൊ അല്ലാഹയെ കാണാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം വെറുതെ ജീവിതമല്ലേ ഉള്ളൂ. 60-70 വയസ്സ് ജീവിതം. ഈ ജീവിതത്തിൽ നമ്മൾ റബ്ബിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകണം കണ്ണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.